ജൂലൈ 26 വെള്ളിയാഴ്ച. മത്തായി 13:18 മുതൽ 23 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ യേശുവിൻ്റെ ജീവിതത്തിലെ 2 പ്രധാന വ്യക്തികളുടെ തിരുനാൾ ആഘോഷിക്കുന്നു. അവർ ജോവാക്കിമും ആനും ആണ്. ക്രിസ്തുവിൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മയുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ക്രിസ്തുനാഥൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും. ഈ 2 പേരെക്കുറിച്ചും തിരുവെഴുത്തുകൾ നിശബ്ദമാണ്. അവരുടെ പേരുകൾ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ബൈബിളിലൂടെ അല്ല, പിന്നെയോ ഭക്തമായ ആചാരത്തിലൂടെയാണ്. ജോവാക്കിമും ആനും അത് ഇവരുടെ യഥാർത്ഥ പേരുകളാണെങ്കിലും അല്ലെങ്കിലും പ്രതിനിധീകരിക്കുന്നത് തങ്ങളുടെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും വിശ്വാസം ആചരിക്കുകയും മിശിഹായുടെ വരവിനായി ഒരു അന്തരീക്ഷം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ മുഴുവൻ പരമ്പരയാണ്. ഇത് മുത്തച്ഛനും മുത്തശ്ശിമാരുടെ തിരുനാളാണ്. വരും തലമുറകൾക്കായി ഒരു സ്വരം സ്ഥാപിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഇത് അവരെ ഓർമ്മിപ്പിക്കുന്നു. യുവാക്കൾക്കും കുട്ടികൾക്കും അവർ ഒരു വാഗ്ദാനം നൽകുകയാണ്. പ്രായമായ ആളുകളുടെ മികച്ച വീക്ഷണം, അനുഭവത്തിൻ്റെ ആഴം, ജീവിതത്തിൻ്റെ അഗാധമായ താളങ്ങളുടെ വിലമതിപ്പ് എന്നിവയെല്ലാം നിസ്സാരമായി കാണുകയോ അവഗണിക്കുകയോ ചെയ്യാത്ത ഒരു ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ തലമുറ എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ വിതക്കാരൻ്റെയും വിത്തിൻ്റെയും സുപരിചിതമായ ഉപമയുടെ വിശുദ്ധീകരണമാണ് നാം കേൾക്കുന്നത്. വഴിയരികിൽ വീണ വിത്ത് രാജ്യത്തിൻ്റെ വചനം കേൾക്കുന്ന ഏതൊരാളും ആണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. എന്നിരുന്നാലും അവർക്ക് ഈ വചനം മനസ്സിലായില്ലെങ്കിൽ ശത്രു വന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് വിത്ത് മോഷ്ടിക്കുന്നു. തുടർന്ന് യേശു പാറഭൂമിയിൽ വിതച്ച വിത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു. വചനം ഹൃദയത്തോട് ചേർത്ത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണിത്. എന്നിരുന്നാലും കുറച്ച് സമയത്തിന് ശേഷം ആ വ്യക്തി അത് മറക്കുകയോ അല്ലെങ്കിൽ ക്ഷീണിതനാകുകയോ ചെയ്തേക്കാം. ഒരുപക്ഷെ വിത്ത് നന്നായി വേരൂന്നിയിട്ടില്ല, അതുകൊണ്ട് അത് വാടാൻ തുടങ്ങും. അങ്ങനെ വചന നിമിത്തം പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ആ വ്യക്തി സാധാരണയായി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുൻ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. തുടർന്ന് യേശു മുള്ളുകളുടെ സാദൃശ്യം ഉപയോഗിക്കുന്നു. ഈ മുള്ളുകൾ സമ്പത്താകാം. ഒരു വ്യക്തി ഒരു വചനം കേൾക്കുന്നു, എന്നിരുന്നാലും ഉത്കണ്ഠയോ സമ്പത്തിൻ്റെ മോഹമോ അവനെയോ അവളെയോ അസ്വസ്ഥമാക്കുമ്പോൾ വിത്തിനായുള്ള ആഗ്രഹം ഈ മുള്ളുകൾ മൂലം ശ്വാസം മുട്ടിക്കുന്നു. അങ്ങനെ വിത്തിന് ഫലം കായ്ക്കാൻ കഴിയില്ല. തുടർന്ന് യേശു നല്ല മണ്ണിൽ വിതച്ച വിത്തിനെക്കുറിച്ച് പറയുന്നു. ഈ വിത്ത് വചനം കേൾക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തികൾ വിത്തിനോട് ഹൃദയം തുറക്കുകയും വിത്ത് അവരുടെ ഉള്ളിൽ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ ഇവർ വളരെയധികം ഫലം കായ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഏത് തരത്തിലുള്ള വിത്ത് അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിയുന്നത്? കുറച്ച് നിമിഷം നമുക്ക് നമ്മുടെ ജീവിതം ചിന്താപൂർവം പരിശോധിക്കുക. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.